ഇന്നൊരു പണ്ട് കാലത്ത് നമ്മളെ അങ്ങാടിയിലൊക്കെ പല ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ കുട്ടിക്കാലത്തെ അവരുടെ ചെറുപ്രായത്തിൽ നടന്ന ഒരു സംഭവമാണ് അന്നത്തെ ഒരു ഓ, കഥ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് രാവിലെ പെരുന്നാളിന്റെ ഒക്കെ പിറ്റേന്നായിട്ട് ഞാൻ നമ്മൾ സ്ഥിരം ഇറങ്ങാനുള്ള അങ്ങാടി ഇറങ്ങിയിൽ അവരെ ഏകദേശം ഒരു 60 കഴിഞ്ഞ ഒരു പെൻഷനൊക്കെ വാങ്ങുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു തമാശ നമുക്ക് അറിയാമെങ്കിലും ഞാനൊന്ന് പറയാണ്. എന്താ വെച്ചാല് അയാളുടെ കാലത്ത് അയാളും സുഹൃത്തുക്കളൊക്കെ ഹോട്ടലിൽ പോയി എന്നാണ് പറയുന്നത്. പുറത്ത് ടൂറ് പോയപ്പോഴും ഹോട്ടലിൽ പോയി. പുറത്താണ് പോയത്. അന്ന് കൂടുതൽ ആളുകളൊക്കെ ഹോട്ടലിൽ കയറലും ഇതൊക്കെ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാല് ഒരു 10-7 കൊല്ലം ബാക്കിലേക്കാണ് ഇത് നടക്കുന്നത്. അപ്പോ ഈ വ്യക്തി പറയാണ് ആ ഹോട്ടലിൽ കയറി എന്തൊക്കെ മെറ്റീരിയൽ, അത് എന്തൊക്കെയാണ് ഭക്ഷണം ഉള്ളത് എന്നുള്ളത് പറഞ്ഞപ്പോ അവര് ബിരിയാണി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ കപ്പ ബിരിയാണി ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞു. അപ്പോ തൊട്ടടുത്ത സുഹൃത്ത് പറഞ്ഞു, നിനക്ക് വേണം കപ്പ ബിരിയാണി, എനിക്ക് വേണം കപ്പ ബിരിയാണി പറഞ്ഞിട്ട് വാങ്ങി. അപ്പൊ ഈ സുഹൃത്തിന് പിടുത്തം കിട്ടി കപ്പ ബിരിയാണി എന്താണ് എന്നുള്ളത്. ഞങ്ങളോട് ഈ പറഞ്ഞ വ്യക്തിക്ക് കപ്പ ബിരിയാണി എന്താണെന്ന് പറഞ്ഞു കിട്ടി. ആ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് വേണ്ട, നീ തിന്നോ, നിനക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, കപ്പ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും പറഞ്ഞു. ഈ തൊട്ടടുത്ത ആള് ഈ ബിരിയാണി വാങ്ങി, ഇയാൾ കപ്പ ബിരിയാണി വാങ്ങി. കപ്പ ബിരിയാണി വെറൈറ്റി ആയിക്കോട്ടെ, വെറൈറ്റി ബിരിയാണി ആയിക്കാരം കരുതിയിട്ടാണ് വാങ്ങിയത്. അത് കൊണ്ടുവന്നപ്പോഴാണ് അയാൾക്ക് അമളി മനസ്സിലായത്. കാരണം എന്താണ്, നമ്മളെ നാട്ടിലൊക്കെ പറയാറുള്ള ഇറച്ചിയും പൂളിയും, നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് കമന്റ് ചെയ്യുക. ഈ ഇറച്ചിയും പൂളിയും കാര്യങ്ങളൊക്കെയാണ് ഈ കൊണ്ടുവന്നത്. അയാൾ അതിന്റെ ഉള്ളിൽ കുറച്ച് മല്ലിച്ചപ്പും ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട് സെറ്റപ്പ് ആക്കി വന്നു. അതിനാണ് കപ്പ ബിരിയാണി എന്ന് പറയുന്നത്. മറ്റേ ആളാണ് ഇന്റെ ബിരിയാണി തരില്ല, നീ വേണമെങ്കിൽ വേറെ പറഞ്ഞോ എന്ന് പറഞ്ഞു. കാരണം ഇനി വേറെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അരമണിക്കൂർ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും കരുതിയിട്ട് അയാൾ തൽക്കാലം നല്ല വിശപ്പുണ്ടെങ്കിലും ആ കപ്പ ബിരിയാണി കഴിച്ചിട്ട് ആ ബിഷപ്പിന് തലക്കാലം ഒരു സമാധാനം കൊടുത്തു. അപ്പോ നിങ്ങളും ഇങ്ങനത്തെ എന്തെങ്കിലും പെടലോ എന്തെങ്കിലും ഇതൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക.